മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനകീയ പ്രതിഷേധം നടത്താൻ മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി ഓഗസ്റ്റ് 15-ന് പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ പ്രതിഷേധം നടത്തും. പ്രക്ഷോഭ പരിപാടികളുടെ ആസൂത്രണത്തിനായി മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ആലുവയിൽ യോഗം ചേരും. രാവിലെ 10:30-നാണ് യോഗം. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, പ്രധാനമായും ഈ പ്രക്ഷോഭ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേരുക. നിലവിൽ ഏത് രീതിയിൽ, പ്രത്യേകിച്ച് വലിയൊരു ആശങ്കയിലാണ് ആ പ്രദേശവാസികളടക്കം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ തന്നെയാണ് ആലോചിക്കാൻ സാധ്യതയും? മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ശക്തമായി തന്നെ മുന്നോട്ട് വെക്കാനാണ് ഏതായാലും മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ മാസം 15-ന് ഇത് സംബന്ധിച്ചുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ കൂടി ഏതായാലും ഏകോപന സമിതി തീരുമാനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചവരെ സമര പരിപാടികൾ നടത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ മുല്ലപ്പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ പ്രതീകാത്മകമായിട്ടുള്ള ജനകീയ സമരം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ പരിപാടിയുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള അവലോകന യോഗം ഇന്ന് ആലുവയിൽ വെച്ച് ചേരുന്നുണ്ട്. ഇന്ന് രാവിലെ 10:30-ക്ക് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ തന്നെ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി സംഘടനകളൊപ്പം ചില രാഷ്ട്രീയ സംഘടനകളടക്കം ഏതായാലും ഈ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്ന വിവിധ സംഘടനകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ തന്നെ പ്രതിഷേധം നടത്താനാണ് ഏതായാലും ഈ ഏകോപന സമിതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കിരൺ പറഞ്ഞതുപോലെ തന്നെ ആഗസ്റ്റ് 15-ന് പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ പ്രതിഷേധം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം കിരൺ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകാൻ തന്നെയാണ് സാധ്യതയും, അല്ലേ? ഈ സമരങ്ങൾ കുറെ കൂടി ശക്തമായിട്ട് പോകും, അല്ലെങ്കിൽ അത്തരം ശക്തമായ രീതിയിൽ തന്നെ ആയിരിക്കും ഈ പ്രതിഷേധ പരിപാടികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഈ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഈ പരിസ്ഥിതി സംഘടനകളൊക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ കൃത്യമായ ഒരു ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതിയും ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നുമുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് ഈ സംഘടനകൾക്കുള്ളത്. അതുകൊണ്ട് ഈ സാധാരണ രീതിയിൽ മറ്റ് ഈ നിവേദനങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ള അത്തരം സമര പരിപാടികളിൽ നിന്നും മാറിക്കൊണ്ട് കുറെ കൂടി ശക്തമായ ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കണം എന്നുള്ളൊരു തീരുമാനമാണ് ഇവരുടെ ഈ പ്രാഥമികമായിട്ടുള്ള ചിന്തകളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യം ഒരു പ്രകടമായിട്ടുള്ള പരിപാടി അത് ആഗസ്റ്റ് 15-ന് ഈ പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പരിപാടി നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പിന്നീട് കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളിൽ ഒരു ചിന്ത നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് പ്രധാനമായിട്ടും ആലുവയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്നും കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.